ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, രണ്ടാലൊരു ഉമറിനെ നീ ഇസ്ലാമിലേക്ക് നൽകിക്കൊണ്ട് ഇസ്ലാമിന് നീ ശക്തി പകരണേ എന്നായിരുന്നു. അതായത് മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തൻ്റെ അനുയായികൾക്കും അതിയായ പീഡനങ്ങൾ ഏറ്റുവന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഏതെങ്കിലുമൊക്കെ ശക്തരായിട്ടുള്ള ഖുറൈശികളിൽ നിന്ന് നേതാക്കളായിട്ടുള്ള ആരെങ്കിലും ഇസ്ലാം സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു വളരെ വലിയൊരു അനുഗ്രഹമായി തീരുകയും അത് മുഖേന ഇസ്ലാം ശക്തി പ്രാപിക്കുകയും ചെയ്യും എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് നൽകിക്കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്നായിരുന്നു ആ ഒരു പ്രാർത്ഥന. രണ്ടാലൊരു ഉമർ എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്കറിയാം, അത് പിന്നീട് ഇസ്ലാമിലെ ഏറ്റവും പ്രഗത്ഭനായി തീർന്ന സഹാബിയായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. രണ്ടാമത്തെ ഉമർ എന്ന് പറയുന്നത് അത് അബൂജഹലായിരുന്നു. അബൂജഹൽ അന്ന് ഖുറൈശികളിലെ വളരെ വലിയ നേതാക്കളിൽ ഒരാളാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളിൽ ഒരാളായിരുന്നു. അയാളുടെ പേര് അംർ ഇബ്നുൽ ഹിഷാം എന്ന യഥാർത്ഥ പേര്. നമ്മൾ അബൂജഹൽ എന്ന് ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തുമ്പോഴും അയാളുടെ യഥാർത്ഥ പേര് അംർ ഇബ്നുൽ ഹിഷാം എന്നാണ്. ഈ അമ്രിനെ പലപ്പോഴും ലോപിച്ചിട്ട് ഉമർ എന്ന് അയാളെ വിളിച്ചിരുന്നത്രേ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എങ്കിലും ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരാളാണ് ഇസ്ലാം സ്വീകരിച്ചത്, മറ്റേ ആൾ മരിക്കോളം ഇസ്ലാം സ്വീകരിക്കുന്നില്ല, അവിശ്വാസിയായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഞാൻ ഈ ഒരു ചരിത്രം സൂചിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂല് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാം ശക്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യന് അത്രത്തോളം സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ ആ മക്കയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളായിരിക്കണമല്ലോ.
അതുകൊണ്ടായിരിക്കുമല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്തും തുടർന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായത്തെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പ്രായം ആ ഒരു സമയത്ത് എത്ര ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകന്റെ വയസ്സും നുബൂവത്ത് ലഭിച്ചതും അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ പ്രവാചകനുമായിട്ടുള്ള വയസ്സിന്റെ വ്യത്യാസവും ഒക്കെ കണക്കാക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുക്ക് 30 വയസ്സിൽ താഴെയായിരുന്നു പ്രായം എന്നാണ്. അതായത് നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു 30 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു യുവാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാം ശക്തിപ്പെടും എന്ന് പ്രവാചകൻ കരുതണം എന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ ആരായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ ആ ഒരു പ്രായത്തിനിടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഓളം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി ഈ ഒരു പ്രായം നമ്മുടെ പ്രായവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആരായിരുന്നു ഉമർ എന്നും ഇന്ന് ഈ ഒരു 30 വയസ്സുള്ള ആളുകൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സഹാബിയാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു എന്ന് പറയുന്നത് മക്കയിലെ വളരെ പ്രധാനപ്പെട്ട അതിസമ്പന്നരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ വളരെയേറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സ്ത്രീയായിട്ടാണ് ചരിത്രകാരന്മാർ പറയപ്പെടുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ഉമ്മ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇവിടെയും അദ്ദേഹത്തിന്റെ പ്രായമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 20 വയസ്സ് പോലും പ്രായമായിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രം നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ മക്കയിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മക്കയിലെ പരിമളം എന്നായിരുന്നു. അങ്ങനെ വിളിക്കാനുള്ള കാരണം വളരെ വില കൂടിയ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് വളരെ വില കൂടിയ സ്പ്രേ അല്ലെങ്കിൽ അത്തർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മക്കയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വേറെ സ്ത്രീകളൊക്കെ അദ്ദേഹത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ പുറത്തു വന്ന് ആസ്വദിക്കുമായിരുന്നു അത്രേ. ആ ഒരു സമയത്ത് പോലും ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തെ വിവാഹാലോചനയുമായിട്ട് കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആണുങ്ങൾ പോലും, പുരുഷന്മാരായിട്ടുള്ള ആളുകൾ പോലും അദ്ദേഹത്തിന്റെ സമ്പത്തിനെയും സൗന്ദര്യത്തെയും ഒക്കെ അസൂയയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു സംഗതിയൊക്കെ നമുക്ക് ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് ഈ സമ്പത്തും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ട തന്റെ ഉമ്മയെയും ഒക്കെ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് മദീനയിൽ നിന്ന് കുറച്ചു പേര് ഹജ്ജിന് മക്കയിലേക്ക് വരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഒരു 6 പേരാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചു. അവർ തിരിച്ചു മദീനയിലേക്ക് പോയി. അന്നത് മദീനയായിട്ടില്ല, അത് യസ്രിബാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയപ്പോഴാണ് അത് മദീനത്തു റസൂലുള്ളാഹി എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് അത് ലോപിച്ചുകൊണ്ട് മദീനയായി തീരുകയും ചെയ്യുന്നത്. ഈ 6 പേര് തിരിച്ചു പോയിട്ട് അവർ അവിടെ അവർക്ക് അറിയാവുന്ന രീതിയിൽ ഇസ്ലാം ഒക്കെ പ്രചരിപ്പിച്ചു. തൊട്ടടുത്ത വർഷം അവർ പ്രവാചകനെ കാണാൻ വരികയാണ്. പ്രവാചകനെ കാണാൻ വരുമ്പോൾ 6 പേര് 12 പേരായിട്ടുണ്ട്. 12 പേര് വന്ന് പ്രവാചകന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അതിനെയാണ് നമ്മൾ 1-ാം അഖബ ഉടമ്പടി എന്ന് പറയുന്നത്. ഇതിൽ അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഒരാളെ പ്രവാചകരെ ഞങ്ങൾക്ക് മദീനയിലേക്ക് യസ്രിബിലേക്ക് അയച്ചു തരണം, ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി കണ്ടത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവെയാണ്. മിസ്അബിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ കൂടെ യസ്രിബിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മദീനയിലേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയക്കുന്നത്. എത്ര പേരാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നത് ഒരു 12 പേർ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു സഹായവും മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ നിന്ന് കിട്ടാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല. എങ്കിലും അദ്ദേഹം മദീനയിലേക്ക് പോയി. ഇവിടെയും അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സിന് താഴെയായിരുന്നു എന്നാണ്. അതായത് 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മദീനയിലേക്ക് പോയി.
മദീനയിലേക്ക് പോയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ഖുർആൻ ഇങ്ങനെ പ്രബോധനം ചെയ്യുകയാണ്. പ്രബോധനം ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹം ഓരോ വീടുകളിലേക്കും കയറും, ഓരോ വീട്ടിലും പോകും, വീട്ടിൽ പോയിട്ട് ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പരിചയപ്പെടുത്തും. അങ്ങനെ ഓരോ വീടുകളും വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി അദ്ദേഹം മദീനയിൽ ആകമാനം മാറ്റമുണ്ടാക്കിയെന്നാണ്. തൊട്ടടുത്ത കൊല്ലം ഒരു വലിയ സംഘം, ഏകദേശം 70 ആളിന് മുകളിലുള്ള വലിയൊരു സംഘം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരികയാണ്. അവരുടെ നേതാവായിട്ട് വിശ്വമുണ്ട്. അവർ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, പ്രവാചകരെ ഇത് നമുക്ക് മതിയാക്കാം. എന്ത് മതിയാക്കാം? മക്കയിലുള്ള ഈ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് താങ്കൾ ഇവിടെ ജീവിക്കുന്നത്, താങ്കളും താങ്കളുടെ അനുയായികളും ഇവിടെ ഈ ബുദ്ധിമുട്ടി പ്രയാസം അനുഭവിച്ച് ജീവിക്കുന്ന ഈ സംഗതി നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. താങ്കൾ ഞങ്ങളുടെ കൂടെ വരെ, ഞങ്ങളുടെ കൂടെ താങ്കൾക്ക് പോരാം. താങ്കൾ മാത്രമല്ല, താങ്കളുടെ അനുയായികളും ഞങ്ങളുടെ കൂടെ പോരെ. ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകാം, പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം പ്രവാചകരെ എന്നും പറഞ്ഞിട്ട് ഈ സംഘം തിരിച്ചു പോവുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, പിന്നീട് നമ്മൾ വർഷമൊക്കെ കണക്കാക്കുമ്പോൾ ഹിജ്റ വർഷം മുതലാണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത്. അതായത് നമ്മൾ ഒരു വർഷം കണക്കാക്കാൻ വേണ്ടിയിട്ട് പോലും ഇസ്ലാം തെരഞ്ഞെടുത്തത് ഹിജ്റയെ ആയിരുന്നു. അതായത് അത്രമേൽ പ്രാധാന്യമുള്ള ആ ഒരു സംഭവം നടക്കുന്നതിന് കാരണക്കാരനായി മാറിയത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അതായത് ഒരു 25 വയസ്സുകാരന്റെ പ്രബോധന ഫലമായിട്ടാണ് മദീനയാകമാനം മാറിയത് എന്നുള്ളതാണ് ചരിത്രം. ഇതുപോലെ 100 കണക്കിന് യുവാക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന വേളയിൽ ഒരു വേള അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ പുതപ്പിൽ ഒന്ന് കിടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം പ്രവാചകൻ മക്ക വിട്ടു പോകും എന്ന ഒരു വാർത്ത മക്കയിൽ പ്രചരിക്കുന്ന സമയത്ത് ഇനി മുഹമ്മദിനെ വകവരുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ശത്രുക്കൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടില്, തന്റെ ബെഡില്, തന്റെ പുതപ്പിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട് എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ആ പുതപ്പിന്റെ ഉള്ളിൽ കെടുത്തുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു ഹിജ്റ പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു രംഗം, ഒരു വേള എങ്ങാനും ആ ശത്രുക്കൾ ആ വീട് ആക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ നേരെ വാള് വീഴുന്നത് ആരുടെ കഴുത്തിന് നേരെയായിരിക്കും? ഒരു സംശയവും വേണ്ട, അലി റളിയല്ലാഹുവിന്റെ കഴുത്തിന് നേരെയായിരിക്കും. അത് സ്വന്തം ജീവിതം പോലും അദ്ദേഹം പണയം വെച്ചിട്ട് പ്രവാചകനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ പുതപ്പിൻ്റെ ഉള്ളിൽ എടുക്കുക. അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് അന്ന് ഏകദേശം 20 വയസ്സിനടുത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോ നമുക്കറിയാവുന്ന ഒരു ചരിത്രമുണ്ടല്ലോ, ഉമർ ഖാന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. രാത്രിയിൽ ഇറങ്ങി നടക്കുന്നത് തന്റെ പ്രജകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ എവിടുന്നെങ്കിലൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇറങ്ങി നടക്കുന്നത്. ഈ ഒരു വേളയിലാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മയുടെയും ഒരു മകളുടെയും ഒരു സംസാരം അദ്ദേഹം കേൾക്കുന്നത്. എന്താണ് സംസാരം? നമുക്കറിയാവുന്ന ചരിത്രം തന്നെയാണ്. ഉമ്മ പെൺകുട്ടിയോട് പറയാണ്, നീ പാല് ഇന്ന് കിട്ടിയിട്ടുള്ള പാൽ അല്പം കുറവാണ്, മകളെ നീ ഇന്ന് പാലിൽ കുറച്ച് വെള്ളം ചേർത്തേക്ക് എന്ന് പറയുന്ന സമയത്ത് ഇത് അള്ളാഹു കാണൂല ഉമ്മ എന്ന് പറയുമ്പോ, ക്ഷമിക്കണം, ഇത് ഉമർ അറിഞ്ഞാൽ പ്രശ്നമാകും എന്ന് ആ പെൺകുട്ടി ഉമ്മയോട് പറയുന്ന വേളയില് ഉമർ ഈ രാത്രിയിൽ ഇത് എങ്ങനെ കാണാനാ എന്ന് പറയുമ്പോ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്ന ഒരു വചനമുണ്ട്, അല്ല ഉമ്മ, ഉമർ ഇത് കാണുന്നില്ലെങ്കിലും ഇത് അള്ളാഹു കാണുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത് പുറത്തു നിന്ന് ആരും കേൾക്കുകയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കേൾക്കുകയാണ്. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം തന്റെ മകൻ ആസിമിനെയും കൂട്ടിയിട്ട് ഈ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കുകയാണ്. അവരുടെ പേര് ആത്തിക്ക എന്നായിരുന്നു. ആത്തിക്കയെ പെണ്ണാലോചിക്കുകയാണ് ആസിമിന് വേണ്ടിയിട്ട്. ആ വിവാഹം നടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആത്തിക്കയുടെയും ആസിമിന്റെയും പരമ്പരയിൽ നിന്നാണ് പിന്നീട് രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് വരെ ഉണ്ടാകുന്നത്. അവരുടെയും പ്രായം നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. ആ പെൺകുട്ടിയുടെ പ്രായം, ആത്തിക്കയുടെ പ്രായം വന്ന് വെറും 16 വയസ്സായിരുന്നു എന്നാണ്. ബദറിന്റെ വേളയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ ഇടവും വലവും ഇങ്ങനെ നോക്കുന്ന ഒരു രംഗമുണ്ട്.
തന്റെ ഇടവും വലവും ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് കുട്ടികളെ അദ്ദേഹം കാണുന്നത്. കാരണം ബദറിന്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രായമെത്താത്ത മക്കളെ ഒന്നും അങ്ങനെ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഉഹുദ് മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 15 വയസ്സിനൊക്കെ താഴെയുള്ള സകല കുട്ടികളെയും തിരിച്ചയക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബദറിന്റെ വേളയിൽ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു നിൽക്കുന്ന സമയത്ത് തന്റെ ഇടവും വലവും കാണുന്നത് രണ്ട് കുട്ടികളെയാണ്. ഒരാളുടെ പേര് മുആദ് എന്നായിരുന്നു, മറ്റൊരാളുടെ പേര് മുആവിയ എന്നായിരുന്നു. ഈ രണ്ട് ചെറുപ്പക്കാരും അബ്ദുറഹ്മാൻ ഔഫിനെ തോണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് അബൂജഹൽ? അവരുടെ ആവശ്യം അതാണ്. കാരണം മദീനയിലുള്ള ഈ അൻസാരികളായിട്ടുള്ള ഈ രണ്ട് കുട്ടികൾ അബൂജഹൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചതിന്റെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവർക്കൊരു ഒറ്റ ഉദ്ദേശവും അബൂജഹലിനെ കാണണം, അബൂജഹലിനെ യുദ്ധത്തിൽ കൊല്ലണം. ഇവർ രണ്ടുപേരും കൂടി വെല്ലുവിളിച്ച് ബെറ്റ് വെച്ച് ഇറങ്ങി തിരിച്ചതാണ്. ആരെ കൊല്ലാന്? അബൂജഹലിനെ കൊല്ലാന്. ചരിത്രകാരന്മാർ പറയുന്നത് ഇവരുടെ കയ്യാൽ തന്നെയായിരുന്നു പിന്നീട് അബൂജഹൽ മരണപ്പെട്ടത് ബദറിൽ എന്നുമാണ്. അവരുടെ പ്രായം, ഒരാളുടെ പ്രായം 14 വയസ്സും മറ്റൊരാളുടെ പ്രായം 15 വയസ്സുമായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുമ്പോൾ, നമ്മളൊക്കെ ഓരോ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആലോചിക്കുന്നത് ഇതൊക്കെയോ എത്രയോ വലിയ പ്രായമുള്ള ആളുകൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ നമുക്ക് കാണാൻ നമ്മളൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നു പോകുന്നത് പലരുടെയും ചെറുപ്രായത്തിലാണ്. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുശ്രിക്കുകളുമായിട്ടൊരു കരാർ ഏർപ്പെട്ടിരുന്നു. ഹുദൈബിയ സന്ധി എന്ന പേര് ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഈ ഹുദൈബിയ സന്ധിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കരാറായിരുന്നു, ആരെങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ അവർ തിരിച്ചു മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്നും ആരെങ്കിലും മക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യൂല, തിരിച്ചയക്കുകയുമില്ല. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇത് എന്താണ്, ഒരുതരം ഭയങ്കര മോശപ്പെട്ട ഒരു കരാറല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ആ കരാർ കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരുപാട് വിജയമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർ മദീനയിലേക്ക് വരുന്ന ഇസ്ലാം സ്വീകരിച്ചിട്ടാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരെ തിരിച്ചയച്ചിട്ട് അവർ മക്കയിൽ പോയിട്ട് വെറുതെ ഇരുന്നില്ല. അവർ ഇസ്ലാം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവരുടെ പ്രചരണ ഫലമായിട്ട് കൂടുതൽ ആളുകൾ മക്കയിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു ഒരു കരാറിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കരാറിൽ അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചയക്കാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയക്കാത്ത ഒരാളുണ്ടായിരുന്നു. അവരുടെ പേര് കുൽസും ഇബ്ൻ ഉഖ്ബ എന്നായിരുന്നു. അതായത് ഇസ്ലാമിന്റെ കഠിന ശത്രുവായിട്ടുള്ള ഉഖ്ബയുടെ മകൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് കുൽസും നേരെ മദീനയിലേക്ക് ഹിജ്റ വരികയാണ്. ഒറ്റക്ക വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഒക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. ഈ പറയുന്ന കുൽസും എന്ത് ചെയ്തു? മദീനയിലേക്ക് ഹിജ്റ വന്നു, ഒറ്റയ്ക്ക് വന്നു. ഇന്നത്തെ പോലെയല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം 400 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 400 കിലോമീറ്റർ കാൽനടയായിക്കൊണ്ട് പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അവർ ജീവിക്കുകയാണ്, മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുകയാണ്. മക്കയിൽ നിന്ന് ആളുകൾ വന്നു, അവരെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവരെ തിരിച്ചയക്കൂല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. കാരണം അവർ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് തന്നെ അപകടമാണ് എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ അവരെ തിരിച്ചയക്കില്ല മക്കയിലേക്ക് എന്ന് ഉറപ്പിച്ചു പറയുന്നതിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും അവരുടെ പ്രായം എത്രയായിരുന്നു എന്നറിയും. ആ പെൺകുട്ടി ഇസ്ലാം സ്വീകരിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നത് 20 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ളപ്പോഴാണ്. ഇത്തരത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എന്തിനാണ് ഇത്രയേറെ ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്ന് വെച്ചാൽ, ഇനി ഈ ഒരു പ്രായത്തിലുള്ള ഒരു 14 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് പ്രായത്തിലുള്ള ഇടയിലുള്ള ഇന്നത്തെ യുവാക്കളുടെ ഒരവസ്ഥ നമ്മളൊന്ന് ഇതുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിയാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എത്രയേറെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ? ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടൊരു വാർത്തയുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, കഴിഞ്ഞ SSLCക്ക് പഠിക്കുന്ന 5 കുട്ടികൾ തന്റെ സഹപാഠിയെ അവർ അടിച്ചങ്ങ് കൊന്നു. എന്തോ ഒരു പ്രശ്നമുണ്ടായതാ, അടിച്ചടിച്ച് അവരെന്ത് ചെയ്തു? തന്റെ സഹപാഠിയെ അവർ കൊന്നു കളഞ്ഞു. നമ്മൾ കേട്ട വാർത്തയാണത്. ഈ അടുത്ത് നമ്മളൊരു വാർത്ത കേട്ടില്ലേ? ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്നു. ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ
1 കോടിയുടെ മയക്കുമരുന്നുമായിക്കൊണ്ട് MDMA ഒരു യുവതിയെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത ഞാൻ കണ്ടു. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന ഒരു സ്ത്രീയാണ് എന്നൊക്കെ വാർത്ത കണ്ടപ്പോൾ ആരാന്നറിയാൻ ഒരു കൗതുകത്തിന് തൊട്ട് നോക്കിയപ്പോ അതിൽ കണ്ടതും ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പേരായിരുന്നു. 1 കോടിയുടെ MDMA പിടിക്കപ്പെട്ടത് ഒരു മുസ്ലിം വനിത. കഴിഞ്ഞ കൊല്ലമല്ലേ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും തലക്കടിച്ചു കൊന്ന്, ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്ന് തിരുവനന്തപുരത്തുള്ള ഒരു യുവാവിന്റെ വാർത്ത നമ്മളൊക്കെ വായിച്ചത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത യുവാക്കളുടെ അവസ്ഥ ആണോ ഇന്നത്തെ ഈ ഒരു യുവ സമൂഹത്തിന്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ ഒരു നാട് നന്നാക്കി എടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് യുവാക്കൾക്കാണ്. ഒരു നാട്ടിലുള്ള യുവാക്കളാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു നാട് നന്നാക്കി എടുക്കേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും പല വാർത്തകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്കത് തോന്നിപ്പോകുന്ന ഒരു ചിന്തയുണ്ട്, ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും അല്ല, ഇതൊക്കെ എവിടെയോ നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് നമ്മളിങ്ങനെ നോക്കും. ഒരു കാലത്തൊക്കെ നടക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതൊന്നും ഇന്ത്യയിൽ തന്നെ അല്ലല്ലോ, ഇതൊക്കെ നടക്കുന്ന ലോകത്തിന്റെ ഏതോ ഭാഗത്തല്ലേ എന്ന്. അപ്പൊ യുദ്ധമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാം, ഓ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷെ പല രീതിയിലും നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. ഇനിയോ അവിടെ നിന്ന് വന്ന് ഇന്ത്യയിലേക്ക് ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കാം, നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഇന്ത്യയിലല്ലേ, നമ്മുടെ സംസ്ഥാനത്തൊന്നും അല്ലല്ലോ, ഇത് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു. ഇനി ഒന്നുമല്ലെങ്കിലും നമ്മൾ മറ്റൊരു വാർത്ത കേൾക്കുക, നമ്മളെങ്ങനെ ആശ്വസിക്കാം, ഇത് നമ്മുടെ ജില്ലയിലല്ലല്ലോ, കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ പഞ്ചായത്തിലല്ലല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞാലോ ഇതിന്റെ വാർഡിലൊന്നുമല്ലല്ലോ, വേറെ എവിടോ നടന്നതല്ലേ, അവിടുന്ന് വിട്ടു. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കാം, ഇതിന്റെ വീട്ടിലല്ലല്ലോ, ഇതിന്റെ അയൽവാസിയുടെ വീട്ടിൽ നടന്നൊരു കാര്യമല്ലേ. പക്ഷെ സ്വന്തം അയൽവാസിയുടെ വീട്ടിൽ നടന്നൊരു കാര്യം തന്റെ വീട്ടിലേക്ക് എത്താൻ എത്ര സമയം ആവശ്യമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ ഈ ഒരു വിഷയം ഇത് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ വളരെയേറെ വിഷമിപ്പിച്ച 2 സംസാരങ്ങൾ, അതും എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട എൻ്റെ അനിയന്മാരെ പോലെ ഞാൻ കണ്ടിരുന്ന 2 പേരിൽ നിന്ന് ഉണ്ടായൊരു സംസാരം എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. ഞാനും ഇങ്ങനെ തന്നെ കരുതിയിരുന്നത്, ഇതൊന്നും നമ്മുടെ നാട്ടിലേക്കോ എൻ്റെ കുടുംബത്തിലേക്കോ എൻ്റെ വീട്ടിലേക്കോ ഒന്നും വരികയില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ആ ചിന്ത തെറ്റാണ് എന്ന് ഇവരുടെ സംസാരത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു. അതിലൊരാൾ എന്നോട് പറഞ്ഞത്, ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ മുസ്ലിമാണ്, നമ്മുടെ സംഘടനയിലൊക്കെ പ്രവർത്തിച്ചു പരിചയമുള്ള, ഒരു വേള MSMന്റെ പ്രസിഡന്റ് വരെ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ 2 ഷൂസ് മേടിച്ചു. ഒരു ഷൂവിന്റെ വില 9,000 രൂപയാണ്, 2 ഷൂവിന് ഏകദേശം 18,000 രൂപ അടുത്തുണ്ട്. ഞാൻ ചോദിച്ചാൽ നിനക്ക് എവിടുന്നാണോ പൈസ ഒക്കെ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടാക്കി, എവിടുന്നാണോ പൈസ ഉണ്ടാക്കി, അതൊന്നും കാക്കാട് പറയാൻ പറ്റൂല. അപ്പൊ എന്താ പറയാൻ പറ്റാത്ത, ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ കാക്ക അത് ഹലാലായ മാർഗത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയതല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് അവരോട് ചോദിക്കാൻ ധൈര്യം ഉണ്ടായില്ല. കാരണം ആ ഹലാലല്ലാത്ത മാർഗം ഇനി എന്താണ് എന്ന് ചോദിച്ച് അതിനപ്പുറത്തേക്ക് ഒരു സങ്കടം എന്റെ മനസ്സിലേക്ക് കയറ്റാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ടോപ്പിക് അവിടെ വിട്ടു. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, ഹലാലായ മാർഗം കൊണ്ട്, ഹലാലല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിക്കുന്നതൊന്നും അതേ കാലം ആയുസില്ലട്ടോ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിച്ചോ എന്ന് മാത്രം പറഞ്ഞ് അവൾ അവസാനിപ്പിച്ചു. രണ്ടാമത്തെ ആള് ഒരു ഉമ്മ വിളിച്ചിട്ട് ഞാൻ പോയതാണ്. ഉമ്മയുടെ സങ്കടമാണ്, മകനോട് നിസ്കരിക്കാൻ പറയാം. മകൻ പറഞ്ഞു നിസ്കരിക്കൂല, അച്ഛക്ക് പറയാം, 20 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്, ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞു. ഉമ്മ വീണ്ടും പറയുന്നുണ്ട്, നിസ്കരിക്കുമോനെ. മറുപടി ഇതാണ്, ഞാൻ നമസ്കരിക്കില്ല. അവസാനം ചോദിച്ചു, എന്തേ നീ നമസ്കരിക്കാത്തത്? മറുപടി ഇതായിരുന്നു, നമസ്കരിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? ഒരുപാട് ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ ഈ നാട്ടിൽ തെറ്റുകൾ ചെയ്യുന്നില്ലേ? തങ്ങന്മാരും മുസ്ലിംമാരും ഒക്കെ അല്ലേ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നത്? കാരണം അതിലിപ്പോ എന്താ കുഴപ്പം? അത് അവര് അള്ളാഹു ആ രൂപത്തിലാക്കി തീർത്തു. പക്ഷെ നമ്മളെ മുമ്പിൽ ഖുർആനും ഹദീസൊക്കെ അല്ലേ, നമ്മളത് പഠിച്ച് നന്നായാൽ പോരെ? പറഞ്ഞ അങ്ങനെ ഒന്നുമല്ല, പഠിച്ചോണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പഠിച്ച ആളുകൾ തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് മറുപടി പറഞ്ഞത്. അത് പോട്ടതാ, അതിനിപ്പോ നിസ്കരിക്കാൻ എന്താ മറുപടി? എന്താ തെറ്റെന്താ? ഓരോ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? നമസ്കരിക്കാത്ത ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്നുണ്ട്. ഓരോ മറുപടിയാണ്,
അവർക്ക് ഒരുപാട് പൈസയും സഹായവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന്റെ അടുത്തല്ല, അവർക്ക് എങ്ങനെയോ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ കഷ്ടപ്പാടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊന്ന് മനസ്സിലാക്കും, ആ പാവം മനസ്സിലാക്കിയ കാര്യം, നിസ്കരിക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ സാധു വിചാരിച്ചു വെച്ചതാണ്, നിസ്കരിക്കുകയും അള്ളാഹു യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള കഷ്ടപ്പാടും ഇല്ലാതെ ജീവിച്ച് അങ്ങനെ പോകാമെന്നുള്ള. അവസാനമായിട്ട് ഞാനോട് ചോദ്യം ചോദിച്ചു, അല്ല മോനെ, എനിക്ക് അള്ളാഹിൽ വിശ്വാസമില്ലേ? അതൊരു വല്ലാത്തൊരു ചോദ്യമായിരുന്നു. ഞാൻ അള്ളാഹിൽ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഒരു മറുപടി കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അവന്റെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവൻ പറഞ്ഞത് എന്നോട്, എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്നാണ്. അള്ളാഹുവിൽ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ് അവൻ നമസ്കരിക്കാത്തത് എന്നൊരു മറുപടിയാണ് പറഞ്ഞത്. അതോടുകൂടി എനിക്ക് മനസ്സിലായി, ഞാൻ എവിടെ നിന്നോ കേൾക്കുന്ന ഈ വാർത്തകളൊക്കെ നമ്മുടെ വീടുകളിലേക്കും ഒക്കെ കടന്നു വരാൻ വേണ്ടിയിട്ട് അധികം സമയവും സാഹചര്യവും ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇതൊന്നും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നാം തന്നെ ആലോചിച്ച് ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ ഉത്തരവാദികൾ ഒരു വേള മാതാപിതാക്കളായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സമൂഹം തന്നെ ആയിരിക്കാം. കാരണം ഒരു സമൂഹത്തെ കൈപിടിച്ച് ഉയർത്തേണ്ടത് ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതവർ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ഒരു വേള നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആയിരിക്കാം. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ധരിച്ചു വെക്കുന്ന വലിയൊരു അബദ്ധമുണ്ട്. ലോകത്ത് നടക്കുന്ന സകലമാന വാർത്തകളും ലഭിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. കാരണം നമ്മുടെ മനസ്സെന്താണോ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ, അതാണ് മൊബൈൽ ഫോൺ നമുക്ക് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഗൂഗിളിൽ എടുത്തിട്ട് നിങ്ങൾക്കൊരു കാർ ആവശ്യമുണ്ട് എന്ന് കരുതുക. നിങ്ങൾ ചുമ്മാ ഒന്ന് കാർ ഒന്ന് സെർച്ച് ചെയ്തു, ഏതെങ്കിലും ഒരു കാറിന്റെ പേരൊന്ന് സെർച്ച് ചെയ്തു. ഇനി നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്ത് കയറി വയ്ക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അതുമായി ബന്ധപ്പെട്ട കുറെ പരസ്യങ്ങളായിരിക്കും. ഇതുപോലെ തന്നെയാണ് യൂട്യൂബിലും. നമ്മളൊരു വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ വരുള്ളൂ. നമ്മൾ അബദ്ധവശാൽ പോലും ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്തായിരിക്കും? ആ വീഡിയോ രൂപത്തിലുള്ളതായിരിക്കും. അതായത് നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സംഗതികൾ മുന്നിലേക്ക് ഇട്ട് തരാൻ ഉള്ള ഒരു അൽഗോരിതമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ChatGPT ഉണ്ടല്ലോ, ChatGPT പോലും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന മറുപടിയാണ് നമുക്ക് തരാം. നമ്മളൊരു ചോദ്യം ചോദിച്ചു, നമ്മളൊരു സെലഫി ആശയക്കാരനാണെന്ന് വിചാരിക്കാം, നമ്മളൊരു മുജാഹിദാണ്, നമ്മളൊരു ചോദ്യം ചോദിച്ചു, അവർ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള മറുപടിയാണ് നമുക്ക് അവർ തരാം. നേരെ മറിച്ച് നമ്മളൊരു സുന്നി ആശയത്തിലുള്ള ഒരാള് 2 ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ പറയും, അല്ലെങ്കിൽ ChatGPT പറയും, അള്ളാഹുവിൽ അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്നുള്ളത്. അതിനുവേണ്ടി കുറെ രേഖകളും കുറെ തെളിവുകളും അതിനവരെ നികത്തും. നേരെ മറിച്ച് നമ്മൾ പറയാണ് ഇതൊക്കെ തെറ്റല്ലേ എന്ന് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന AI ടൂൾ നമ്മളെ മനസ്സിലാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി എന്താണ്? ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്ന് ഈ ടൂൾ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള മറുപടികൾ എന്തുകൊണ്ടിരിക്കും? തന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ ടെക്നോളജി. ഇതാണ് ഇതിന്റെ അബദ്ധം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, തിരിച്ചറിയണില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഒന്ന് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിച്ച് നോക്കണം. അവരുടെ വീഡിയോസ് ഒക്കെ അബദ്ധത്തിൽ കയറി വരുന്നതല്ല, അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളൊന്നും അബദ്ധത്തിൽ കയറി വരുന്നതല്ല. അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, വീണ്ടും വീണ്ടും റെക്കമെൻഡ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അതിലൊക്കെ അശ്രദ്ധ കാണിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ അവസ്ഥയിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല, നമ്മൾ കുട്ടികളെ സ്വന്തം കൂടെ വളർത്തിക്കൊണ്ടുവരേണ്ടതിന് ആവശ്യമായിട്ടുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു മകനെ ഉമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഒരല്പം വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് തിരിച്ചു വന്നാലും മക്കൾ കേടുവന്നു പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഉമ്മക്ക് മാത്രമൊന്നും സ്വന്തം മക്കളെ നന്നാക്കി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം, ഒരു ട്യൂഷൻ സെന്ററിൽ ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഉണ്ടായിരുന്നു, നിലവിലില്ല. പക്ഷെ അവിടെ വരുന്ന പല രക്ഷിതാക്കളുടെയും പല ഉമ്മമാരുടെയും സങ്കടം കുട്ടികൾ അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അന്വേഷിച്ചു വരുമ്പോൾ ഈ രക്ഷിതാക്കളുടെ ഒക്കെ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഒക്കെ ഉമ്മ മാത്രമേ നാട്ടിലുണ്ടാവുള്ളൂ, വാപ്പ ഗൾഫിലായിരിക്കും. അവര് കൺട്രോൾ അവിടെ നഷ്ടപ്പെട്ടു പോവാണ്. നമുക്ക് നിങ്ങൾ പള്ളികളിലേക്ക് പോലും നമ്മൾ കുട്ടികൾ
എന്നുള്ളതാണ്. എനിക്ക് വളരെ രസകരമായിട്ട് ഈ അടുത്ത് കേൾക്കാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ ഞാനൊരു 2 വരി കേൾക്കുകയുണ്ടായി. കുട്ടികളുടെ കളിചിരികൾ നിങ്ങൾക്ക് പള്ളികളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ജനറേഷൻ തകർന്നു പോയി, അല്ലെങ്കിൽ ഇല്ലാതായി, നശിച്ചു പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് പള്ളികളിലേക്ക് കുട്ടികളെ നമ്മൾ കൊണ്ടുവരണം. ചെറിയ കുട്ടികളെ നമ്മൾ പള്ളികളിലേക്ക് കൊണ്ടുവരണം. പള്ളികളിലേക്ക് കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ ഓടിക്കളിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. റസൂലിന്റെ മിമ്പർ എന്ന് പറയുന്നത് 2 ഈത്തപ്പനത്തടി ഇങ്ങനെ നീട്ടിയിട്ടൊരു മിമ്പർ ആയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് പേരക്കുട്ടികൾ അസ്സലും സിറാനും ഓടി വരും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക്. ജുമാക്കിടയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ജുമാ നിർത്തും, ആ കുട്ടികളെ എടുക്കും, താലോലിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഖുത്ബ തുടരും എന്നുള്ളതാണ്. അത് കുട്ടികൾ നമ്മുടെ പള്ളികളിൽ ഓടിക്കളിക്കണം. എങ്കിൽ മാത്രമാണ് അടുത്തൊരു തലമുറ രക്ഷപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിന് ചുറ്റും ഒരു ലൈബ്രറി ഉണ്ട്. അത് മിക്കവാറും ഒരുവിധം പള്ളികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ആ പള്ളിയിൽ ലൈബ്രറിയിൽ 2 പേർക്കും, അത് സ്ത്രീകൾക്കായി പ്രത്യേക ലൈബ്രറിയും പുരുഷന്മാർക്കായി പ്രത്യേക ലൈബ്രറിയും ഉണ്ട്. അവിടെയും പോട്ടെ, തീരുന്നില്ല കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ആ പള്ളിയിൽ ടർഫ് അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ടർഫ്. കുട്ടികൾ ഫുട്ബോൾ കളിക്കും. ആ വേർപ്പോട് കൂടിയിട്ട് അവർ വന്ന് നമസ്കരിക്കും. നെജിസൊന്നല്ലല്ലോ വേർപ്പ് എന്ന് പറയുന്നത്. വാങ്ങൊടുത്താൽ ഉസ്താദ് കളിക്കുന്നുണ്ടാവും. അവർ നേരെ പള്ളിയിലേക്ക് ഓടി വരും. അവർ നമസ്കരിക്കും, വീണ്ടും പോവും, കളിക്കാൻ പോവും. സ്ത്രീകൾക്കായിട്ട് അവിടെ ജിമ്മുണ്ടായിരുന്നു. ജിമ്മ്. നമുക്ക് ജിമ്മിനൊക്കെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ തെറ്റായിട്ടുള്ള കാര്യമായിട്ട് നമ്മള് മനസ്സിലാക്കണം. പക്ഷെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തിൽ അതൊക്കെ അത്യാവശ്യമാണ്. അപ്പൊ പള്ളിയുമായിട്ട് ഈ ഒരു തലമുറയെ അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം സംഗതികളൊന്നും ആവശ്യമാണ്. ഇതൊക്കെ പള്ളിയുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിച്ചാൽ അടുത്ത സമൂഹത്തെ നന്നാക്കി എടുക്കാൻ നമുക്ക് പറ്റും എന്ന് നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സമൂഹത്തെ നന്നാക്കി എടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹം നിലനിൽക്കുന്നത് തന്നെ ആ പറയുന്ന സമൂഹത്തിലുള്ള യുവാക്കളുടെ കൈകളിലൂടെ ആയിരിക്കണം. യുവാക്കൾ നന്നായാലേ സമൂഹം നന്നാവുള്ളൂ. യുവാക്കളെങ്ങാനും നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമൂഹം നശിച്ചു പോയി എന്ന് നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. മാത്രമല്ല, ഒരു സമൂഹത്തെ നന്നാക്കി എടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം പടച്ച റബ്ബ് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് നമ്മളുടെ കൈകളിലാണ് എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. നമ്മുടെ കൈകളിൽ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ കയ്യിലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ആശയങ്ങൾ വരുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ള ഒരായത്ത്, നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ, അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകട്ടെ. എന്തുണ്ടാകട്ടെ? ഉമ്മത്തുൻ, ഒരു ഉമ്മത്തുണ്ടാകട്ടെ. യദൂന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉമ്മത്തുണ്ടാകട്ടെ. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മത്തുണ്ടാകട്ടെ. വയൻഹൗന അനിൽ മുൻകർ, തിന്മ തടയുകയും ചെയ്യുന്ന ഒരു ഉമ്മത്തുണ്ടാകട്ടെ എന്നുള്ളതാണ്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർക്ക് എന്തുള്ളത്? വിജയം ഉണ്ടാവുക എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് നന്മ കൽപ്പിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ഖുത്ബയിൽ ഓതിയ ഒരു ആയത്തുണ്ടായിരുന്നല്ലോ, കുൻതും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്നാ. കുൻതും ഖൈറു ഉമ്മത്തിൻ, അല്ലാഹു പറയാം, നിങ്ങൾ ഉത്തമ സമുദായമാണ്. ആര്? മുസ്ലിങ്ങൾ ഉത്തമ സമുദായമാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഉത്തമ സമുദായമായിട്ടുള്ളത്? പറയുന്നത് തഅ്മുറൂന ബിൽ മഅറൂഫ്, അവരെന്ത് ചെയ്യും? മഅറൂഫ്, നല്ല കാര്യങ്ങൾ അവര് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. വതൻഹൗന അനിൽ മുൻകർ, അവരെന്ത് ചെയ്യുകയും ചെയ്യും? തിന്മയെ അവര് തടയുകയും ചെയ്യുമെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. അതായത് ഒരു നാടിനെ നന്നാക്കി എടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു സമുദായമാണ് നമ്മൾ എന്നുള്ളൊരു ബോധം എന്ത് ചെയ്യണം? നമ്മളിൽ ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യണം. ഒരു ഹദീസ് ഉണ്ടല്ലോ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് കണ്ടാൽ അവൻ അവന്റെ കൈ കൊണ്ട് അതിനെ തടയട്ടെ.
അതിനവന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ അവന്റെ നാവ് കൊണ്ടത് ചെയ്യട്ടെ. അതായത് തെറ്റിനെതിരെ അവൻ എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്യട്ടെ. അവൻ അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ എതിരെയുള്ള അവന്റെ ഒരു വിരോധം ഉണ്ടല്ലോ, ആ ഒരു വിരോധമെങ്കിലും അവന്റെ മനസ്സിൽ ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. ഇന്ന് പലപ്പോഴും തെറ്റെന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ യുവസമൂഹം മാറിയിട്ടുണ്ട്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിലക്കുകൾ ജീവിതത്തിൽ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് നിങ്ങൾ ഇനിയിപ്പോ പറഞ്ഞു വന്ന ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഈ നാട്ടിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ള കാരണം യുവാക്കളാണ് എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല കേട്ടോ. കാരണം യുവാക്കള് നന്നായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള യഥാർത്ഥത്തിലുള്ള കാരണക്കാരെന്ന് പറയുന്നത് യുവാക്കളല്ല, അത് കുറച്ച് പ്രായമായ ആളുകളാണ് എന്നൊരു ബോധ്യം കൂടി നമുക്ക് ഉണ്ടാവണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലായിരുന്നു ഈ യുവാക്കളെ മുഴുവൻ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്. അള്ളാഹുവിന്റെ റസൂലിന് മദീനയിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രായം 53 വയസ്സുണ്ട്. 53 വയസ്സുള്ള ഒരാളാണ് ഈ പറയുന്ന യുവാക്കളെ കൈപിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെയാണ്. അതായത് ഒരു യുവാവിനെ ഒരു ഉത്തരവാദിത്വം വിശ്വസിച്ചേൽപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു യുവാവല്ലാത്ത ഒരാളുണ്ടാവും. അതായത് യുവാക്കളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് കൈ കഴുകാം എന്ന് ആരും എന്ത് ചെയ്യേണ്ടതില്ല, ധരിച്ചു പോകേണ്ടതില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. യുവാക്കൾ എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതേ ഉത്തരവാദിത്വം ആ നാട്ടിലെ പ്രായമായ ആളുകൾക്കുണ്ട്. ആ യുവാക്കളെ നന്മയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ആ നാട്ടിലുള്ള പ്രായമാളുകളുടെ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത് എന്ന് കൂടി മനസ്സിലാക്കാം. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം. ഒരു നാട് മൊത്തം നശിച്ചു പോയി എന്ന് നമ്മൾ കരുതുക, എങ്കിലും ആ നാട്ടിൽ കുറച്ച് നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഒരു മൊത്തത്തിൽ എല്ലാ ആളുകളും നശിച്ചു പോകുന്നില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ കരുതിയാൽ മതി, ഈ പള്ളിയിൽ വരുന്ന ആളുകളൊക്കെ വളരെ നല്ല ആളുകളാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിയിൽ വരാത്ത ആളുകളെല്ലാം മോശമാണ്, അങ്ങനെ കരുതി പോവാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ശിക്ഷ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളെല്ലാവരും കൂടി ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയുള്ള ഈ ആളുകളൊക്കെ രക്ഷപ്പെടുമെന്നും ബാക്കിയുള്ള ആളുകളെല്ലാം അള്ളാഹുവിന്റെ ശിക്ഷക്ക് കാരണമായി തീരും എന്നൊരു ചിന്തയാണ് ഇത് എന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഒരു നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ അക്രമികളായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹു ആ നാട്ടിലുള്ള നല്ലവരായ ആളുകളെയും അതുപോലെ തന്നെ അക്രമികളായുള്ള ആളുകളെയും ഒരേപോലെ ശിക്ഷിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്ത് 8-ാം അധ്യായം, സൂറത്ത് അൻഫാലിലെ 25-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വത്തഖൂ ഫിത്നത്ത്, നിങ്ങളൊരു ശിക്ഷയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്? ലാ തുസിബൂന അല്ലദീന ളലമൂ മിൻകും ഹാസ്സ, അതായത് നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരെ മാത്രമായിട്ട് അല്ലെങ്കിൽ അവരെ മാത്രം ബാധിക്കുന്നതല്ലാത്ത ഒരു ശിക്ഷയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു നാട്ടിൽ അക്രമികളെ മാത്രമായിട്ടൊന്നും പടച്ചിറപ്പ് എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല എന്നും അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള എന്തെങ്കിലും ഒരു ശിക്ഷ വരുന്നു എന്നുണ്ടെങ്കിൽ അത് ആ നാട്ടിലെ അക്രമികളെയും അതുപോലെ തന്നെ ആ നാട്ടിലുള്ള നല്ലവരായ ആളുകളെയും ഒരേപോലെ ബാധിക്കും എന്നാണ് ഈ ഒരു ആയത്തിലൂടെ എന്ത് ചെയ്യുന്നത് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത്തരത്തില് നമ്മൾ നമ്മുടെ ബാധ്യത നിർവഹിക്കാൻ തയ്യാറാവണം. അത് യുവാക്കളാണെങ്കിൽ യുവാക്കളുടെ ബാധ്യത, നന്മയിലേക്ക് നയിക്കുക, തിന്മയിൽ നിന്ന് വെടിയുക എന്നുള്ള ബാധ്യത. ഒരല്പം പ്രായമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ യുവാക്കളെ നന്നാക്കിയെടുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. നിലവിലിപ്പോൾ വെക്കേഷനൊക്കെയാണ്, കുട്ടികൾക്കായിട്ടും അല്ലെങ്കിൽ യുവാക്കൾക്കായിട്ടൊക്കെ ഉള്ള ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം. ആ ക്ലാസ്സുകളിലേക്ക് നിർബന്ധപൂർവമെങ്കിലും നമ്മൾ നമ്മുടെ മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ പറഞ്ഞയക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, അടുത്ത ആഴ്ച 8, 9, 10 തീയതികളിൽ നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് ട്രൂത്തിന്റെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ട്രൂത്ത് എന്ന് പറയുന്നത് നമ്മൾ നേർക്ക് നേരെ ആളുകളെ കണ്ട് അവർക്ക് ഇസ്ലാമിക പ്രബോധനം ചെയ്തൊരു വേദിയാണ്.
ട്രൂത്തിന്റെ സംസ്ഥാന ഭാരവാഹികളൊക്കെ നമ്മുടെ പള്ളിയിൽ വരുന്നുണ്ട്. പരമാവധി ആളുകൾ അതിന്റെ ഭാഗമാകുക. കാരണം പ്രബോധനം എന്ന് പറയുന്നതും മുസ്ലിങ്ങളുടെ ഒരു ബാധ്യതയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ യുവാക്കളെ അക്രമത്തിൽ നിന്നും അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ നാഥ. സമൂഹത്തിൽ അക്രമങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളല്ലാത്തവരെയും നീ സംരക്ഷിക്കണേ തമ്പുരാനെ. രോഗം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. അവരുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. اللهم اجرنا من النار اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.